ഇതിപ്പോ മോട്ടറിന്റെ കംപ്ലൈന്റ് ആണോ പൈപ്പാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? എന്താ അച്ഛാ? അല്ലതേ മോട്ടർ ഓൺ ചെയ്തിട്ടേ വെള്ളം പതിയെ കയറുന്നുള്ളൂ. ആ ഞാനും ഓർത്തായിരുന്നു, ഇന്നലെ കുറേ നേരം മോട്ടർ അടിച്ചിട്ടാ കുറച്ച് വെള്ളം കയറിയത്. ആണല്ലേ? ഇപ്പൊ കിണറ്റില് വെള്ളം കുറവായോണ്ടാണോ? പിന്നെ ഇഷ്ടം പോലെ വെള്ളമല്ലേ കിടക്കുന്നേ. എനിക്കൊന്ന് വല്ല ചപ്പോ ചവറോ കയറി അടിഞ്ഞിട്ടുണ്ടെങ്കിലോ പൈപ്പില്. അതെങ്ങനെ? എപ്പോഴും നെറ്റ് കവർ ചെയ്തിടുന്നല്ലേ? അത് പറഞ്ഞപ്പോഴാച്ചാ നാളെ ഒരു ദിവസം ശിവനും സുമേഷും കൂടെ ആയതുകൊണ്ട് പണി ചെയ്യാനാന്ന് പറഞ്ഞ് നെറ്റൊക്കെ അഴിച്ച് മാറ്റിയിട്ടായിരുന്നു. അയ്യോ അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. അച്ഛനെ വിടില്ല, അച്ഛൻ വല്യച്ഛന്റെ വീട്ടിൽ പോയിരുന്ന സമയത്ത്. ആ അപ്പൊ അത് തന്നെ കാരണം. അതാണ് പ്രശ്നം. യൗമാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. നീയിപ്പോ നന്നാക്കാൻ ആരെങ്കിലും വെളിയിൽ ഒരാളെ വിളിക്കണ്ടേ? ഞാനേ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടായിരുന്നു. അയ്യോ അതൊന്നും വിശ്വസിക്കരുത്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്റെ മോളെ. അതൊക്കെ വെറും ഫേക്ക് ആണെന്ന്. അത് ഫേക്കാന്ന് അച്ഛനോട് ആരാ പറഞ്ഞേ? സത്യം എനിക്കല്ലേ അറിയാവൂ. അച്ഛനെ നമ്പർ വിളിച്ചു നോക്കിയോ? നമ്പരാ? ആരുടെ നമ്പര്? അവര് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. ഏത് നമ്പരാ? അച്ഛാ മോട്ടർ നന്നാക്കുന്ന ആൾക്കാർ ഒരു ഫോട്ടോയും അവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കില്. ഓ ആ ഫോട്ടോയുടെ കാര്യമാണല്ലേ മോള് പറഞ്ഞത്? അച്ഛൻ ഏത് ഫോട്ടോന്ന് ഓർത്താ? അല്ല ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. അല്ല എന്തോ ഫേക്ക് ഫോട്ടോയുടെ കാര്യം. അല്ല അത് നമുക്ക് അറിയാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആണെന്ന് പറഞ്ഞത്. പൊതുവിൽ ഇങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ. അതെ വിളിച്ചു നോക്കാം അല്ലേ? ഞാനേ എന്തായാലും ജംഗ്ഷനിലോട്ട് പോകുമ്പോ അവിടെ ആരെങ്കിലും നന്നാക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ നോക്കട്ടെ. ഇനിയിപ്പോ വെള്ളത്തിന്റെ കാര്യം എന്താവുമെന്നോ. നീ എങ്ങോട്ട് പോണു? പോട്ട്. അല്ല നീയേ നിന്റെ അളിയനെ വിളിച്ചായിരുന്ന? എടാ ശിവനെ വിളിച്ചോന്ന്. നീ നിന്റെ അനിയനും കൂടെ ഒരു വലിയ സമ്മാനം കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. കഷ്ടം തന്നെടാ ഇതിന്റെയൊക്കെ കാര്യം. ഹോസ്പിറ്റലില് അപ്പൊ എന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. ആണോ? കുറച്ച് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. പൈസയോ? ആ ഹെൽപ്പ് ചെയ്യാനേ, അവിടെ അടയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞു. ഇനി കുറച്ചുകൂടെ കൊടുക്കാനുണ്ട്. ചിട്ടി വല്ലതും പിടിക്കാനുണ്ടോ? എന്താന്ന് പറ. സ്വർണം വല്ലതും ഉണ്ടാ? പണയം വയ്ക്കും. ഇല്ല ഇപ്പം വേണ്ട, ഒരു മാസം സമയമുണ്ട്. ഒരു മാസത്തിനകത്ത് കൊടുത്താ മതി. നോക്കാം. ഓക്കെ നോക്ക് ഉണ്ടെങ്കിൽ. ഇഷ്ടപ്പെട്ടോ? ആരാ കൊച്ചിനെടുക്കാൻ പറഞ്ഞു? കൊച്ചിനെടുക്കാൻ ആരാ പറഞ്ഞു? ഞങ്ങള് കൊച്ചിനെടുത്തത്. നിനക്ക് പ്രായപൂർത്തിയായോ? അല്ലാതെ വോട്ടിടാനല്ലേ പ്രായപൂർത്തിയാവേണ്ട? കൊച്ചിനെ എടുക്കാനും പ്രായപൂർത്തിയാവണം. അല്ല അല്ല ചിറ്റപ്പ കൊച്ചി ഞങ്ങളായിരുന്നോളൂ, ഞങ്ങളായിരുന്നു കളിച്ചോളൂ. അത് ഞാനേ ഇതിന്റെ മാമനാ സുമേഷ് മാൻ. അപ്പൊ എന്റെ അടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ല അതിപ്പോ ഇത്ര നേരം നമ്മളായിരിക്കല്ലായിരുന്നാ? എന്റെ എന്താ കുഴപ്പം? എന്താ ഉണ്ടോ? ഇരിക്കുന്നുണ്ടോ? അതിപ്പോ കരയും, നോക്കിയോ? നോക്കടാ കരയുന്നുണ്ടോ? ഇപ്പൊ കരഞ്ഞോളും കൊച്ചിൻ. കരയും ഇപ്പൊ. നിങ്ങളുടെ ആരാണ് കൊച്ചിനെ ഏൽപ്പിച്ചത്? അപ്പച്ചി. അപ്പച്ചി എടാ അവക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. സുമേഷമ്മ അമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടേ വാവയെ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയതാ. അമ്മ റൂമിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ. ചിറ്റപ്പ നേരത്തെ ഉദ്ദേശിച്ചത് അപ്പച്ചിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നല്ലേ? എടാ ഒരു ഉത്തരവാദിത്വം ഇല്ല. അവൾ ഈ വീട്ടിൽ ആകെപ്പാട് ഒരു പെങ്കൊച്ചല്ലേ. അതുകൊണ്ട് അച്ഛനും അമ്മയും അവളെ വളർത്തി വഷളാക്കി. അപ്പച്ചിയെ വഷളാക്കി. അപ്പച്ചിയെ വഷളാക്കി ആക്കുമല്ലോ. വേറെ ആരും ഇവിടെ വഷളാക്കിയിട്ടില്ല. ആരാ വഷളാക്കിയത്? കൊച്ചി ഇങ്ങനെ നിന്നോട് ആരും പറഞ്ഞു കൊച്ചിനെ എടുക്കാൻ? പിള്ളേരായിരിക്കുന്ന കൊച്ചി കൊച്ചിന്റെ കുടുക്കലെല്ലാം അല്ല ഞാൻ എടുത്ത എന്താ കുഴപ്പം? എന്റെ അങ്ങനെ ഇപ്പൊ നീ എടുക്കണ്ട. നീ എടുക്കണ്ട. ഇവിടെ നോക്കാൻ വേറെ ആൾക്കാരുണ്ട്. വേറെ ഏത് ആൾക്കാർ നോക്കാൻ? വേറെ ഏത് ആൾക്കാർ നോക്കാൻ? ദമയന്തി ആന്റിയുടെ മോള് വന്നിട്ടുണ്ട് നോക്കാൻ. ഓഹോ ഞാനേ കൊച്ചിന്റെ മാമനാണ്. അയ്യോ ആയിരുന്നു? അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇന്നലെ വന്ന് അവളെക്കാട്ടി ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഓ നിന്റെ ഉത്തരവാദിത്തം എന്നെ പഠിപ്പിക്കല്ലേ? ചിറ്റപ്പ അപ്പച്ചിയുടെ പിണക്കം മാറ്റണ്ടേ? മാറ്റണം. ഒരു ഐഡിയ പറയട്ടോ. എന്തോ ഐഡിയ? ചിറ്റപ്പൻ മാമനെ വിളിച്ച് കരഞ്ഞ് കാല് പിടിച്ച് എങ്ങനെയും സോൾവ് ആക്കി തരാൻ പറ. എന്റെ ഫ്രഷ് ഐഡിയ. മാമനെ അടിച്ച് കരഞ്ഞ് കാല് പിടിച്ച് അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ലേ? ഇതേ ഇന്നലെ വന്ന ദമയന്തിന്റെ മോളുണ്ടല്ലോ, അവര് ആ പെങ്കൊച്ചി ഇവളുടെ ചെവിയിൽ എന്തോ ഊതി കൊടുത്തു. അതാണ് പ്രശ്നം.
അല്ല എന്റെ വേറെ ഐഡിയാസ് ഒക്കെ ഉണ്ട്, വേണോ? വേണ്ട, സോൾവ് ആവൂലേ ഇത്? ചൂളോണ്ട. നേരത്തെ ഉത്തരവാദിത്തം കാണിച്ചത് ഞാൻ കണ്ട്. ഇറങ്ങ് ഇങ്ങോട്ടോ. നീ കുറച്ച് റൂമിലോട്ട് വാ. Rega, rega, maga, 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 rega, rega, rega.